ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് നമ്മൾ നോർമലി പഠിക്കുന്നത് ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ലൂപ്സ് കാണും, ദെൻ ഫങ്ഷൻസ്, അങ്ങനെയായിരിക്കും നമ്മൾ പോകുന്നത്. ആൻഡ് ബിഫോർ ദാറ്റ് വി ആർ ജമ്പിങ് ഇൻ ടു നെക്സ്റ്റ് ടോപ്പിക് ആസ് ഡാറ്റ ടൈപ്സ്. ഡാറ്റ ടൈപ്സ് നമ്മൾ ഓൾറെഡി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ അതിലേക്ക് ഡീപ്പായിട്ട് പോയിട്ടില്ല. ദാറ്റ് മീൻസ് ഡാറ്റ ടൈപ്പ് എന്താ, ഏതൊക്കെയാണ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്. നമ്പേഴ്സ് പറഞ്ഞു, ദാറ്റ് നമ്പേഴ്സിനകത്ത് ഇൻറ്റ്, ഡബിള്, അങ്ങനെ ബിഗ് ഇൻറ്റ്, അങ്ങനത്തെ കുറേ ടൈപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ദെൻ എന്താണ് ബൂലീൻ, വാട്ട് ഈസ് സ്ട്രിങ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ആൻഡ് ബേസിക്കലി നമ്മൾ ലിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു. ആൻഡ് ദർ ആർ അതർ ടൈപ്സ് ലൈക്ക് സെറ്റ് ഉണ്ട്, മാപ്സ് ഉണ്ട്, ദെൻ ഡേറ്റ് ആൻഡ് ടൈം, അങ്ങനത്തെ കുറേ ടൈപ്പുകളുണ്ട്. റെഗുലർ എക്സ്പ്രഷൻ, ദെൻ റെക്കോർഡ്സ് എന്ന ടൈപ്പ് ഉണ്ട്. ഈനംസ് നമ്മളൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഈനംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ദർ ഈസ് സംതിങ് കോൾഡ് ജനറിക്സ് എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ട്. ദെൻ ഒബ്വിയസ്ലി ഡൈനാമിക് ഒബ്ജക്റ്റ്, നള്ളബിൾ ഒബ്ജക്റ്റ്, നൾ എന്നുള്ള ടൈപ്പ് ഉണ്ട്. അങ്ങനത്തെ കുറേ ടൈപ്പുകളുണ്ട്. ആൻഡ് ടുഡേ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഓരോ ടൈപ്പിലും നമുക്ക് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസും മെത്തേഡ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് ഞാൻ ആദ്യം ഒരു മെയിൻ ഫംഗ്ഷൻ എഴുതുന്നുണ്ട്, വോയിഡ് മെയിൻ. ഓക്കെ, ആൻഡ് ഇവിടെ നിന്നാണ് നമ്മളുടെ എക്സിക്യൂഷൻ എന്ത് ചെയ്യുന്നത്, ബിഗിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ടൈപ്പ് നമ്പേഴ്സിലാണ്. നമ്പേഴ്സിൽ നമുക്ക് ബേസിക്കലി നമുക്ക് വരുന്നത് ഇൻറ്റീജേഴ്സ്, നമുക്ക് നമ്പർ എന്നുള്ള ടൈപ്പിനകത്ത് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ന് പറയുന്നത് ഇൻറ്റ് എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ അതെന്താണ് നമ്മൾ പറഞ്ഞതാണ്, വോൾ നമ്പേഴ്സ്, ദാറ്റ് ഈസ് 4, 5, -4, 8, ഇത്തരം നമ്പേഴ്സൊക്കെ എന്താണ് ഇൻറ്റീജറിൽ വരുന്നതാണ്. ദെൻ ഒബ്വിയസ്ലി നമുക്ക് എന്തുണ്ട്, you have double, that is you have 3.14, that type of things, അതിനാണ് നമ്മൾ ഡബിൾ എന്ന് പറയുന്നത്. ആൻഡ് ഇനി നമുക്ക് വേറൊരു ടൈപ്പ് ഉള്ളത് നം എന്ന് പറയുന്നതാണ്. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി എ സൂപ്പർ ടൈപ്പ് ഓഫ് ഇൻറ്റ് ആൻഡ് ഡബിൾ. അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന രണ്ടാളുടെയും പാരൻറ്റ് ക്ലാസ് ആണ് ആക്ച്വലി ആര്, നം എന്നുള്ള ക്ലാസ്. ദെൻ വി ഹാവ് ലാർജർ നമ്പേഴ്സ്. നിങ്ങൾക്ക് ലാർജർ നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, യു ഹാവ് സംതിങ് കോൾഡ് ബിഗ് ഇൻറ്റ്. ഓക്കെ, ഇറ്റ്സ് ബി ഈസ് ക്യാപിറ്റൽ ആക്ച്വലി, ബിഗ് ഇൻറ്റ്. ഓക്കെ, ദെൻ ഇതാണ് നമ്മളുടെ നമ്പേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന, അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ വരുന്ന ടൈപ്പുകൾ. ഇതൊക്കെയാണ് അതിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ നമുക്ക് എന്തുണ്ട് അറിയോ, നമുക്ക് ദർ ആർ സം യൂസ്ഫുൾ പ്രോപ്പർട്ടീസ് ഈ പറയുന്ന ടൈപ്പുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഇൻറ്റീജർ ഡിക്ലെയർ ചെയ്യാണ്, ഇൻറ്റ് എ ഈക്വൽ ടു, ഐ എം ഗോയിങ് ടു സേ സം വാല്യൂ. ഞാനൊരു -7 ഇതിനകത്ത് സെറ്റ് ചെയ്തു. ഓക്കെ, ഇനീഷ്യലൈസ് ചെയ്തു. ദെൻ ഡബിൾ ബി ഈക്വൽ ടു സം വാല്യൂ ആൻഡ് 3.14 എന്ന് ഞാൻ സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് ദർ ആർ ലോട്ട് ഓഫ് മെത്തേഡ്സ് ലൈക്ക് ഐ വാണ്ട് ടു ഗെറ്റ് ദ അബ്സല്യൂട്ട് വാല്യൂ. എ ഡോട്ട് അബ്സല്യൂട്ട് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. ആൻഡ് ദിസ് ഈസ് എ മെത്തേഡ് a.abs, and this will give you the absolute value. That means this is -7, so the output will be actually 7. Okay, then ഇനി നമുക്കുള്ളത് പ്രിൻറ്റ്. ദർ ആർ അതർ മെത്തേഡ്സ് ലൈക്ക് പ്രിൻറ്റ് എ ഡോട്ട്, ഇത് ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ എന്നറിയണം. എ ഡോട്ട് ഈസ് ഓഡ് എന്ന് ഞാൻ കോൾ ചെയ്തു. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി എ മെത്തേഡ്. യു ക്യാൻ സീ ദ ബ്രാക്കറ്റ് ഹിയർ, ദിസ് ഈസ് എ മെത്തേഡ് ആൻഡ് ദർ ഈസ് നോ ബ്രാക്കറ്റ് ഹിയർ. ആൻഡ് ഇതെന്തായിരിക്കും ആക്ച്വലി ഇവിടെ കണ്ടോ, ദിസ് ഈസ് എ ഗെറ്റർ. Okay, this is a property and this is a getter. ഓക്കെ, സോ ഗെറ്റർ എന്താണ്, സെറ്റർ എന്താണ്, നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഗെറ്റർ, ഹൗ ക്യാൻ യു റൈറ്റ് ഗെറ്റർ ആൻഡ് ഹൗ ക്യാൻ യു റൈറ്റ് എ സെറ്റർ, ഓൾ ദോസ് തിങ്സ്. നൗ ദിസ് ഈസ് നോട്ട് എ മെത്തേഡ്, ദിസ് ഈസ് ആക്ച്വലി എ ഗെറ്റർ. ആൻഡ് ഇവിടെ നമ്മൾ കൊണ്ടുവച്ചാൽ നമുക്ക് ഇത് എന്തായിരിക്കും കാണുക, ABS എന്ന് പറഞ്ഞിട്ട് ദിസ് ഇൻറ്റ് ഫംഗ്ഷൻ എന്നാണ് കാണുക. അതായത് ഇത് ഒരു ഫംഗ്ഷനാണ്. അത് നിങ്ങൾക്ക് ഇത് കോൾ ചെയ്താൽ നിങ്ങൾക്ക് തിരിച്ചു തരാൻ പോകുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് ഗോയിങ് ടു ഗിവ് യു അബ്സല്യൂട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനെ, അബ്സല്യൂട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത് ഇൻറ്റീജർ ആയിരിക്കും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് എ ബൂൾ, ബട്ട് ദിസ് ഈസ് എ ഗെറ്റർ. ഓക്കെ, ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, എ ഓഡ് ആണോ എന്നാണ് ചോദിച്ചത്. ഇറ്റ്സ് വെദർ ഇറ്റ് ഈസ് ആൻ ഓഡ് നമ്പർ ഓർ നോട്ട്, ഇറ്റ്സ് ട്രൂ ബിക്കോസ് 7 ആണ്, ഓഡ് നമ്പറാണ്. ഇതേപോലെ നമുക്ക് എന്തുണ്ട്, നമുക്ക് ദർ ആർ ലോട്ട് ഓഫ് മെത്തേഡ്സ്. ഈ പറയുന്ന നമ്പർ ക്ലാസ്സിൽ ഉള്ള കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദർ ആർ ലോട്ട് ഓഫ് മെത്തേഡ് ലൈക്ക് ഈസ് ഈവൻ. ഇതേപോലെ നമുക്ക് എന്തുണ്ട്, ഈസ് ഈവൻ ഉണ്ട്, എ ഡോട്ട് ഈസ് ഈവൻ എന്ന് ഞാൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ഗിവ് യു എ ബൂൾ വാല്യൂ. തിരിച്ച് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ബൂൾ വാല്യൂ ആണ്. ഇതെന്തായിരിക്കും, ദിസ് ഈസ് ആക്ച്വലി എ ഫാൾസ്. ഓക്കെ,
So then floor value ഉണ്ട്, seal value ഉണ്ട്, you can round it and പിന്നെ അങ്ങനത്തെ കുറേ മെത്തേഡ്സ് ഉണ്ട്. ദർ ആർ സം യൂസ്ഫുൾ മെത്തേഡ്സ്. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ സോഡാണോ ഈ സീവനാണോ നോക്കാം. അതേപോലെ ആ ഡബിൾ വാല്യൂവിൽ ഡബിൾ ഈസ് ആക്ച്വലി ബി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് ഐ വാണ്ട് ടു ഫിക്സ് ദിസ് ടു എ പെർട്ടിക്കുലർ, അതായത് ദാറ്റ് മീൻസ് എനിക്കിത് റൗണ്ട് ചെയ്യണം. ആൻഡ് ആക്ച്വലി 3.14 എന്ന് പറയുന്ന ഇത് 3.14159 ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ദ വാല്യൂ ഓഫ് പൈ ഐ തിങ്ക്. സോ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ബി ഡോട്ട് ടു സ്ട്രിങ് ആസ് ഫിക്സഡ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. ആൻഡ് യു ക്യാൻ ഗീവ് ഹൗ മെനി ഡെസിമൽ പോയിൻറ്റ്സ് യു വാണ്ട്. ഐ ജസ്റ്റ് ഹാവ് ദ നമ്പർ 2, then put a semicolon. Now you are going to get ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, and this will give you 3.14. ഓക്കെ, ബിക്കോസ് നമ്മൾ ആ മാത്തമാറ്റിക്കൽ റൗണ്ടിങ് റൂൾ ഉണ്ടായിരിക്കും. അതായത് 2 ഡെസിമൽ പോയിൻറ്റ് മതി, ഇത് നെക്സ്റ്റ് നമ്പർ ഏതാന്ന് നോക്കും, എന്നിട്ട് നമ്മൾ റൗണ്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഡാർട്ട് എന്ന് കോൾ ചെയ്തു, ഫയലിൻ്റെ പേര് കോൾ ചെയ്തു main.dart. ഓക്കെ, നൗ യു ആർ ഗോയിങ് ടു ഗെറ്റ് 3.14 ഹിയർ. ലെറ്റ് മീ മേക്ക് ദിസ് അപ്പ്. ഓക്കെ, and 3.14 and ഇത് ഞാനിവിടെ വന്നിട്ടൊരു imagine that this is a 6 or 5 and I think you will get some other number. Okay, you will get 3.15 because നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇവിടെ 5ഉം അതിന് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങോട്ടൊന്ന് ആഡ് ചെയ്യും. അതാണ് നമ്മൾ ചെയ്തത് ഇവിടെ. അപ്പോൾ ഇത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതായത് ചിലപ്പോൾ നമുക്ക് ഒരുപാട് ഫ്രാക്ഷൻസ് ഒക്കെ കാണിക്കേണ്ട, നമുക്ക് റൗണ്ട് ചെയ്ത് കാണിക്കണമെങ്കിലൊക്കെ എന്തായിരിക്കും, ആൻഡ് ദിസ് വിൽ ബി എ യൂസ്ഫുൾ മെത്തേഡ് ബി ഡോട്ട് ടു സ്ട്രിങ് ആസ് ഫിക്സഡ് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ കോമൺ ആയിട്ട് നമ്പർ ക്ലാസ്സിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന. ആൻഡ് ദർ ആർ സം ഗെറ്റേഴ്സ് ആൻഡ് ദർ ആർ സം മെത്തേഡ്സ് ഓർ ദർ ആർ സം പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ്. ഓക്കെ, ആൻഡ് പ്രോപ്പർട്ടീസ് എന്തായിരിക്കും ഒന്നുകൂടി പറയാൻ നല്ല വാക്ക്. ഓക്കെ, ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബൂൾ ടൈപ്പിനെ കുറിച്ചാണ്. ബൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ആകെ 2 ഓപ്ഷനേ ഉള്ളൂ, ഐദർ എ ട്രൂ ഓർ എ ഫോൾസ് ഐ തിങ്ക്. ഓക്കെ, ഐദർ എ ട്രൂ ഓർ എ ഫോൾസ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ആക്ച്വലി യൂസ്ഡ് ഇൻ കണ്ടീഷൻസ്. ഓക്കെ, സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഞാനിവിടെ ജസ്റ്റ് ഒരു ബൂൾ വാല്യൂ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത പോലെ ഈസ് അഡ്മിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതുന്നു. ഈസ് അഡ്മിൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ട്രൂ. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ആക്ച്വലി നമുക്ക് പ്രത്യേകിച്ച് ഈസ് അഡ്മിൻ ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ദർ വോണ്ട് ബി എനി പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ് ആക്ച്വലി. പക്ഷേ നമുക്ക് ഇവിടെ എന്ത് ഹാഷ് കോഡ്, റൺ ടൈം ടൈപ്പ്, ടു സ്ട്രിങ് അങ്ങനത്തെ മെത്തേഡ്സ് ഉള്ളൂ. അതല്ലാണ്ട് നമുക്ക് എന്തില്ല, സ്പെസിഫിക്കലി നമുക്ക് ബൂളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന അതർ മെത്തേഡ്സ് ഒന്നും അവിടെ ഇല്ല. ആ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ക്ലാസ്സിൽ നിന്നും ഇവിടെ എവിടെ നിന്നാണ് ആക്ച്വലി ഇത് വന്നത്. അതായത് ഇങ്ങനൊരു കാര്യം ഉണ്ടായിരിക്കും, ഈസ് അഡ്മിൻ ഡോട്ട് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് റൺ ടൈം ടൈപ്പ്, യു ആർ ഗോയിങ് ടു ഗെറ്റ് ടു സ്ട്രിങ് and you are going to get the hash code. അങ്ങനത്തെ കുറേ this is actually a getter. This thing is actually a getter. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ this is a getter, but there is another thing, runtime type. This is also actually a getter and method അല്ല എന്നർത്ഥം, ഇതല്ലത്. Okay, it's a getter. Where does this comes from? നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ പ്രത്യേകിച്ചൊന്നും അങ്ങനെ എഴുതിയിട്ടില്ലല്ലോ, നമ്മളൊരു ബൂൾ ഇൻസ്റ്റൻസേ ക്രിയേറ്റ് ചെയ്തുള്ളൂ. അതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഡാർട്ടിലെ എല്ലാ ക്ലാസ്സുകളുടെയും അല്ലെ എല്ലാ ടൈപ്പുകളുടെയും പാരൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലാസ്സാണ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്, ഇതിൻ്റെ ചൈൽഡ് ആയിട്ടാണ് എന്ത് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റ് ക്ലാസ്സിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ആക്ച്വലി ബാക്കി എല്ലാ ക്ലാസ്സുകളും കിടക്കുന്നത്. ഈ ഒബ്ജക്റ്റ് ക്ലാസ്സിലെ പ്രോപ്പർട്ടി ഗെറ്റേഴ്സാണ് ആക്ച്വലി നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ പറയുന്ന ഈ റൺ ടൈം ടൈപ്പും ഹാഷ് കോഡും അങ്ങനത്തെ കാര്യമൊക്കെ വരുന്നത്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. നമ്മൾ ക്ലാസ്സസിനെ കുറിച്ച് പറയുമ്പോൾ ഒബ്ജക്റ്റ് ടൈപ്പിനെ കുറിച്ച് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി എന്ത് ബൂളിൻ്റെ കാര്യം. ഇനി നമുക്ക് അടുത്തത് ആക്ച്വലി സ്ട്രിങ്സ് ആണ്. സ്ട്രിങ്സിനകത്ത് നമുക്ക് കുറേ മെത്തേഡ്സ് ഉണ്ട്, യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ മെത്തേഡ്സ് ഉണ്ട്. അത് ഒന്ന് ഞാനിവിടെ സ്ട്രിങ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സ്ട്രിങ് നെയിം ഈക്വൽ ടു ഐ ക്യാൻ ഹാവ് എ നെയിം ഹിയർ ആൻഡ് ഐ ഓൾവേസ് മേക്ക് ദിസ് ടൈപ്പോ ഹിയർ. ഓക്കെ, ആൻഡ് സ്ട്രിങ് then name equal to job in. Then ഇവിടെ വന്നിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് ദർ ഈസ് എ ഗെറ്റർ, സോ ദാറ്റ് ഈസ് നെയിം ഡോട്ട്
ലെങ്ത് എന്ന് കോൾ ചെയ്യും. ദിസ് നോട്ട് എ മെത്തേഡ്, ദിസ് ആക്ച്വലി എ ഗെറ്റർ. ദെൻ ഇനി നമുക്ക് എന്ത് വേണം, ഇത് എം ടി ആണോ നോക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെയിം ഡോട്ട് നേരത്തെ പറഞ്ഞ പോലെ isEmpty മെത്തേഡ് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി ഗോയിങ് ടു ഗിവ് യു എ ബൂൾ വാല്യൂ. ഇത് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു ബൂൾ വാല്യൂ ആയിരിക്കും. റൈറ്റ് നൗ ദിസ് ഇസ് ഫാൾസ് ആയിരിക്കും ബിക്കോസ് അതിനകത്ത് വാല്യൂ ഉണ്ട്. ഓക്കെ, ദെൻ isNotEmpty ഉണ്ട് ഇതേപോലെ, പ്രിൻറ്റ് നെയിം ഡോട്ട് isNotEmpty. Okay, and this is actually give you a true value, and I forgot the semicolon. Okay, so this will give you a true value. Then ഇതേപോലെ നമുക്ക് എന്തുണ്ട്, I want to make the entire thing uppercase, name dot to uppercase, and this will give you the uppercase version of that string. ഇതിൻ്റെ uppercase version ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് തരുന്നത്. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ഓർത്തിരിക്കേണ്ട കാര്യം, ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച് ദിസ് തിങ്. ഇതിനെ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല ഈ പറയുന്ന ഓപ്പറേറ്റർ ഒന്നും. ടു അപ്പർ കേസ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യുന്നില്ല, ഇത് ഇവിടെ ഓൾറെഡി സ്റ്റോർ ചെയ്ത സാധനം ഇതെന്തായിരിക്കും, ഇത് ഇമ്മ്യൂട്ടബിൾ ആണ്, ഇത് ഇമ്മ്യൂട്ടബിൾ സ്ട്രിങ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച് ദിസ് വാല്യൂ. ഇതിനെ എന്ത് ചെയ്യാൻ പോകുന്നില്ല. ഇതെടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് തരും, ഇങ്ങനെ ഒരു ഇത് തരും. ആൻഡ് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ പ്രിൻ്റ് നെയിം പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിൽ ദാറ്റ് ഈസ് ആക്ച്വലി ദാറ്റ് ലോവർ കേസ് ലെറ്റർ. നേരത്തെ നമ്മൾ എഴുതിയ പോലെ ആ ലോവർ കേസ് ലെറ്റർ ആയിരിക്കും. ഇവിടെ കണ്ടോ, യു ആർ ഗോയിങ് ടു ഗെറ്റ് ദിസ് ആസ് അപ്പർ കേസ്, ബട്ട് ദ ആക്ച്വൽ സ്ട്രിങ് ഈസ് നോട്ട് മ്യൂട്ടബിൾ. ഇതെന്തായിരിക്കും, അത് സ്റ്റിൽ അതിലുള്ള വാല്യൂ അതേപോലെ തന്നെ ഉണ്ടായിരിക്കും. ആൻഡ് വാട്ട് അബൌട്ട് ദ ടൈപ്പ് ഓഫ് ദിസ് തിങ്, ഇതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും, ഐ എം ഗോയിങ് ടു ചെക്ക് ദ ടൈപ്പ്, റൺ ടൈം ടൈപ്പ് എന്ന് ഞാൻ കോൾ ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ടൈപ്പ് ആക്ച്വലി ഇവിടെ ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി എ സ്ട്രിങ് തന്നെയാണ്. ബിക്കോസ് നമ്മൾ ഇതിനെ ഇതിൻ്റെ മുകളിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തത്. ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച് ഓർ മ്യൂട്ടേറ്റ് ദാറ്റ് ആക്ച്വൽ സ്ട്രിങ്. ഓക്കെ, ഇനി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ മെത്തേഡ്സ് വേറെ ഉള്ളത്, പ്രിൻറ്റ് നെയിം ഡോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടു ലോവർ കേസ് ചെയ്യാം, ടു അപ്പർ കേസ് ചെയ്യാം. ഐ വാണ്ട് ടു കാൽക്കുലേറ്റ്, I want to trim something, and let me have one more variable here, and string email equal to I'm going to have jobinet example.com. okay, I want to trim this. ഇതിനെ എന്ത് ചെയ്യണം, ട്രിം ചെയ്യണം. trim actually means it removes spaces. അതായത് സപ്പോസ് ഞാൻ ഇതിൻ്റെ ഒരു റിയൽ വേൾഡ് സെനാരിയോ പറഞ്ഞാൽ നമ്മളൊരു ടെക്സ്റ്റ് ബോക്സിൽ നിന്നും ഒരു വാല്യൂ യൂസർ രജിസ്ട്രേഷൻ ഫോമിൽ നിന്നൊരു വാല്യൂ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി യൂസർ എൻ്റർ ചെയ്തപ്പോൾ ഇവിടെ ഒരു സ്പേസ് ലീവ് ചെയ്തു, ഇവിടെയും അറിയാതെ ഒരു സ്പേസ് ലീവ് ചെയ്തു. ആസ് ഇറ്റ് ഈസ് ഇത് കൊണ്ടുപോയി നമ്മൾ DBയിൽ അതേപോലെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ കോസ് എറർ. ബിക്കോസ് നെക്സ്റ്റ് ടൈം യൂസർ ലോഗിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ സ്പേസ് ഒന്നും ഇല്ലാണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് മിസ്മാച്ച് ആയിരിക്കും. അതായത് നമ്മൾ ആക്ച്വലി സ്റ്റോർ ചെയ്തേക്കുന്നത് ഈ എൻ്റയർ ആൾ ടൈപ്പ് ചെയ്ത അതേ കാര്യമാണെങ്കിൽ ദിസ് വിൽ കോസ് ആൻ എറർ. സോ ബിഫോർ ദാറ്റ് വി ഹാവ് ടു ട്രിം ദിസ്. അപ്പോൾ ട്രിം എന്തായിരിക്കും ആക്ച്വലി ചെയ്യുക, ഇപ്പോൾ ഞാൻ ഇത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇമെയിൽ എന്ന് ഞാൻ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ലെറ്റ് മീ ഹൈഡ് ദിസ്. ഓക്കെ, ആൻഡ് ഇവിടെ കണ്ടോ, ദർ ഈസ് എ സ്പേസ് ഹിയർ ആൻഡ് ദർ ഈസ് ഓൾസോ എ സ്പേസ് ഹിയർ ഓൾസോ. ഇവിടെയും സ്പേസ് ഉണ്ട്, ഇവിടെ അങ്ങോട്ട് ഫുൾ സ്പേസ് ആണ്, പക്ഷേ ഇവിടെ ആക്ച്വലി ലോജിക്കലി ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ദെൻ ഇനി നമ്മൾ ട്രിം ചെയ്ത് കഴിഞ്ഞാൽ ട്രിം ഈസ് ആക്ച്വലി ഗോയിങ് ടു റിമൂവ് ദ അൺവാണ്ടഡ് സ്പേസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ സ്ട്രിങ്. തുടക്കത്തിലും അവസാനത്തിലുള്ള സ്പേസ് എന്ത് ചെയ്യും, ഇത് ട്രിം ചെയ്യും. ഞാൻ ഇപ്പോൾ ട്രിം ചെയ്തു. ഓക്കെ, ആൻഡ് അപ്പോൾ ഞാൻ ട്രിം ചെയ്തു. ഇനി ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇവിടെ കണ്ടോ, അപ്പോൾ ആ അൺവാണ്ടഡ് സ്പേസ് പോയി. ആൻഡ് ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ചെക്ക് ദ ലെങ്ത് ഓഫ് ദി സ്ട്രിങ്. ഓക്കെ, ഞാനിത് ആദ്യം അതിൻ്റെ ലെങ്ത് ഒന്ന് ചെക്ക് ചെയ്തു. ലെങ്ത് ഇസ് 19. ആഫ്റ്റർ ട്രിമ്മിങ് ഐ എം ഗോയിങ് ടു ചെക്ക് ദ ലെങ്ത് അഗെയിൻ. നിങ്ങൾക്ക് ഇങ്ങനെ ക്ലബ് ചെയ്യാം കേട്ടോ. അതായത് ഈ ആദ്യം എന്ത് ചെയ്യണം, ഇതിനെ ട്രിം ചെയ്തിട്ട് അതിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇങ്ങനെ ഡോട്ടിട്ട് ചേഞ്ച് ചെയ്ത് എഴുതി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എഗെയിൻ റൺ ചെയ്തു. നൗ യു ഗോട്ട് 17 ആൻഡ് ഇറ്റ്സ് ആക്ച്വലി റിമൂവ് ദ ഫസ്റ്റ്. ഈ ഒരു സ്പേസ്, ഈ ഒരു എം ടി സ്പേസ് റിമൂവ് ചെയ്തു, അപ്പോൾ ഒന്ന് കുറഞ്ഞു, 18 ആയി. ഈ ഒരു എം ടി സ്പേസ് റിമൂവ് ചെയ്തു, അപ്പോൾ എന്ത് ചെയ്യും, എഗെയിൻ ഒന്നുകൂടി കുറയും. നൗ ഇറ്റ് ഈസ് 17. സോ അതാണ് ആക്ച്വലി എന്ത് ട്രിം ചെയ്യുന്നത്. ആൻഡ് യു വാണ്ട് ടു ചെക്ക് വെദർ ദിസ്
ഈസ് എ വാലിഡ് ഇമെയിൽ ഐ ഡി എന്ന് വിചാരിക്കുക. ഇമെയിൽ റെഗുലർ എക്സ്പ്രഷൻ വെച്ച് ചെയ്യാം. ഞാൻ ഒരു സെനാരിയോ പറയുന്നതാണ്. ഇമെയിൽ ഡോട്ട് കണ്ടെയ്ൻസ് ഐ വാണ്ട് ടു ചെക്ക് ഇതിനകത്ത് അറ്റ് എന്ന് പറയുന്ന ആൾ ഇതിനകത്ത് ഉണ്ടോ, കീവേഡ് ഉണ്ടോ എന്ന്, അല്ല അറ്റ് എന്നുള്ള ക്യാരക്ടർ, ഈ പാറ്റേൺ ഇതിനകത്ത് അല്ലെങ്കിൽ ഈ വേർഡ് ഇതിനകത്ത്, ഈ കീ ഇതിനകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ആൻഡ് ദിസ് വിൽ ഗിവ് യു വെദർ ദിസ് ബിലോങ്സ് ഓർ നോട്ട്, ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അനുസരിച്ച് ഇവിടെ നമുക്ക് ഒരു ട്രൂ ഓർ ഫോൾസ് കിട്ടും. ബിക്കോസ് ഇതിനകത്ത് അറ്റുണ്ട്. ആൻഡ് ഞാൻ എന്ത് ചെയ്യുകയാണ്, അറ്റിന് പകരം ഐ എം ഗോയിങ് ടു ഹാവ് ആൻ ഐഫോൺ അണ്ടർസ്കോർ ഹിയർ, ദെൻ ദിസ് വിൽ ഗിവ് യു എ ഫോൾസ്. ആൻഡ് അപ്പോൾ കണ്ടെയ്ൻസ് എന്തായിരിക്കും ചെക്ക് ചെയ്യുന്നത്, ആ സ്ട്രിങ്ങിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു പാറ്റേൺ മാച്ചിങ് ആയിട്ടുണ്ടോ എന്നായിരിക്കും നോക്കുക. ആൻഡ് ഇത് ഞാൻ വേറെ എന്തെങ്കിലും ഒരു സ്ട്രിങ് എഴുതുകയാണ്. ഓക്കെ, ഐ ലവ് ഡാർട്ട് പ്രോഗ്രാമിംഗ് എന്നെഴുതി. ഓക്കെ, ആൻഡ് ഇതാണ് എൻ്റെ സ്ട്രിങ്. ഐ വാണ്ട് ടു ചെക്ക് വെദർ ഇതിനകത്ത് ഡാർട്ട് എന്ന് പറയുന്ന കീവേഡ് ഉണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ ആ വാക്ക് ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കണം. ഐ എം ഗോയിങ് ടു റൈറ്റ് ഡാർട്ട് ഹിയർ, and this D is capital and this is small letter, and the result will be maybe a false. Okay, and you got false because exact pattern matching ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പാറ്റേൺ ഇതിനകത്ത് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഇഫ് ദർ ഈസ് വൺ മോർ ഡാർട്ട് ഹിയർ, ആൻഡ് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അഗെയിൻ ഞാൻ ക്യാപിറ്റൽ ലെറ്ററിൽ വേറൊരു ഡാർട്ട് എഴുതി. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, യു ആർ ഗോയിങ് ടു ഗെറ്റ് എ ട്രൂ. ഓക്കെ ദെൻ ഇനി ഇത് ആക്ച്വലി ഫസ്റ്റ് മാച്ച് ഒക്കർ ചെയ്യുമ്പോൾ പിന്നെ എന്ത് ചെയ്യില്ല, പിന്നെ ഇത് എന്ത് ചെയ്യില്ല, ആക്ച്വലി അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ കണ്ടോ, യു ഗോട്ട് എ ട്രൂ ആൻഡ് ഫസ്റ്റ് നമുക്കൊരു ട്രൂ കിട്ടി, പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കില്ല, ഇറ്റ് ഈസ് ആക്ച്വലി നോട്ട് സെർച്ചിങ്. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മളുടെ എന്ത് കണ്ടെയ്ൻസ് എന്ന് പറയുന്നത്. കണ്ടെയ്ൻസ് ഒരു സബ്സ്ട്രിങ് ഇതിനകത്തുണ്ടോ എന്നാണ് എന്ത്, അതായത് നമ്മളൊരു സബ്സ്ട്രിങ് ഇതിലുണ്ടോ എന്നാണ് ചെക്ക് ചെയ്തത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ലൈക്ക് നമുക്ക് ഒരു പെർട്ടിക്കുലർ കാര്യം, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എനിക്ക് സ്റ്റാർട്ട്സ് വിത്ത് ആൻഡ് എൻഡ്സ് വിത്ത് ഇങ്ങനെയൊക്കെ സെർച്ച് ചെയ്യാം. ലൈക്ക് ഇപ്പോൾ ഇവിടെ പ്രിൻ്റ് ഇമെയിൽ ഡോട്ട് സ്റ്റാർട്ട്സ് വിത്ത് സം വാല്യൂ ആൻഡ് സ്റ്റാർട്ട്സ് വിത്ത് ഡി ഓർ ഡി എ എന്ന് പറയുന്നൊരു പാറ്റേൺ ഞാൻ കൊടുക്കുകയാണ്, ഡി എ. ഓക്കെ, ദെൻ ഇതേപോലെ നമുക്ക് എന്തുണ്ട്, എൻഡ്സ് വിത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പാറ്റേൺ അവിടെ കൊടുക്കാം, അത് ഇതിനകത്തുണ്ടോ എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ഗോയിങ് ടു ഗിവ് എ ഡി എ എന്ന് പറയുന്നത് ഇതിനകത്തില്ലേ, ഉണ്ടല്ലോ, സ്റ്റാർട്ട്സ് വിത്ത് ഡി എ, ഇമെയിൽ ഡോട്ട് സ്റ്റാർട്ട്സ് വിത്ത് ഡി എ എന്ന് നമ്മൾ എഴുതി. സ്റ്റാർട്ട്സ് വിത്ത് എക്സ്, എന്തുകൊണ്ടത് വരാഞ്ഞ്, എന്താ നമ്മൾ എഴുതിയത്, ഡി എ വാട്ട് ഹാപ്പൻഡ്, പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ചെക്കാണ്. പ്രിഫിക്സ് I think we need DA here. Okay, you got to get a true. It starts with DA. അതായത് തുടക്കത്തിൽ ഡി എ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുക. ഇതിൽ ഇടയ്ക്കല്ല കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ ഡി എ എന്ന് എഴുതിയുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമുക്കൊരു ട്രൂ കിട്ടി. ഓക്കെ, അപ്പോൾ അത് ബിഗിനിങ്ങിലായിരിക്കും. പിന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് സ്ട്രിങ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യാം. സബ് സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്ത് എവിടം മുതൽ എവിടം വരെ എന്നുള്ള കാര്യമൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എനിക്ക് ഐ വാണ്ട് ടു പ്രിൻറ്റ് ഇമെയിൽ ഡോട്ട് substring, where do you want to start? I want to start from 0, that means index ആണ്, 0th index മുതൽ 5th index വരെ. And this will give you, it won't include the 5th index, 5th index അതിൽ ഉണ്ടായിരിക്കില്ല, 4 വരെ ഉള്ളത് അതിനകത്ത് ഉണ്ടായിരിക്കും. ഇവിടെ കണ്ടോ, DA 0 1 2 3 4 4 ഇൻഡെക്സേ ഉള്ളൂ. ഇതാണ് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട്. ഇതാണ് നമ്മൾ ഔട്ട്പുട്ട്. ഇതിനകത്ത് ദിസ് ഈസ് ആക്ച്വലി 0th ഇൻഡെക്സ്, ഫസ്റ്റ് ഇൻഡെക്സ്, ദെൻ സെക്കൻഡ് ഇൻഡെക്സ്, തേർഡ് ഇൻഡെക്സ്, ഫോർത്ത് ഇൻഡെക്സ്. ആൻഡ് ഇത്രയും ഉണ്ടായിരിക്കും, നോട്ട് ഇൻക്ലൂഡിങ് ദിസ് 5th വാല്യൂ. അതുവരെയുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. ആൻഡ് ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വേറെ ഒന്നാണ് എന്ത്, സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സ്പ്ലിറ്റ് ഈസ് ആക്ച്വലി I'll show you.
So I'm going to give I'm going to declare a variable var you can give split string equal to, and ഇവിടെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത് email dot split എന്ത് പാറ്റേണിനെ ബേസ് ചെയ്താണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ലെറ്റ് മീ ചേഞ്ച് ദിസ് ടു സം അതർ തിങ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ മാറ്റിയിട്ട് ഞാനൊരു http://www. and I'm going to have some value ralphis.com. okay, I want to split this based on this dot. ഈ ഡോട്ട് എന്ന് പറയുന്ന ഈ ക്യാരക്ടറിനെ ബേസ് ഈ പാറ്റേണിനെ ബേസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യണം. സോ ഞാനിവിടെ ഡോട്ട് ഇട്ട് കൊടുത്തു. ഓക്കെ, എന്തായിരിക്കും ഇതിൻ്റെ ടൈപ്പ് എന്നാലോചിച്ച് നോക്കുക. അതായത് നമുക്ക് ഒരു വലിയ സ്ട്രിങ് ഉണ്ട്, അതിനൊക്കെ നമ്മൾ സ്ലൈസ് ചെയ്യാൻ പോവാണ്, കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ബ്രേക്ക് കട്ട് എവിടെ വരും, ഇവിടെ വരും. ഓക്കെ, ദെൻ രണ്ടാമത്തെ കട്ട് എവിടെ വരും, ഇവിടെ വരും. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു സ്ട്രിങ്ങിനെ നമ്മൾ 3 കഷ്ണമാക്കി എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു. ആക്ച്വലി അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക, യു ഗോട്ട് 3 items. യു കാൺ സ്റ്റോർ 3 items ഇൻ എ സിംഗിൾ വേരിയബിൾ. അപ്പോൾ ഇതിൻ്റെ അല്ലെങ്കിൽ സിംഗിൾ സ്ട്രിങ് വേരിയബിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, യു കാൺ സ്റ്റോർ ദാറ്റ് ബിക്കോസ് നിങ്ങൾക്ക് 3 items ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടൈപ്പ് ആക്ച്വലി എന്തായിരിക്കും, ദിസ് ഈസ് ആക്ച്വലി എ ലിസ്റ്റ് സ്പ്ലിറ്റ് സ്ട്രിങ് ആയിരിക്കും, ലിസ്റ്റ് ആയിരിക്കും ഇത് റിട്ടേൺ ചെയ്ത് തരുന്നത്. ഇവിടെ കൊണ്ടുപോയി മൗസ് വെച്ചാൽ കാണിച്ചു തരുന്നത് ദിസ് ഈസ് ഗോയിങ് ടു ഗിവ് യു എ സ്ട്രിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വലിയ സ്ട്രിങ്ങിനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് എ സ്മോൾ സ്ട്രിങ്സ്, കുറേ സ്മോൾ സ്ട്രിങ്സ് ആയിരിക്കും കിട്ടുക. അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്തിലായിരിക്കും, ലിസ്റ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്കിതിനകത്തുനിന്ന് എൻ്റെ ആക്ച്വൽ ഇതാണ് എൻ്റെ ആക്ച്വൽ യൂസർ, അതായത് ഇമെയിലിൻ്റെ ഇതൊക്കെ അല്ലെങ്കിൽ സൈറ്റിലെ ഈ ഡൊമൈൻ നെയിം എനിക്ക് കിട്ടണം, ഈ .com അല്ലെങ്കിൽ ഈ പറയുന്ന വാല്യൂ കിട്ടണം, ഈ .com ഒക്കെ ഒഴിവാക്കിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ റിസൾട്ട് ആക്ച്വലി എന്തായിരിക്കും, 0th ഇൻഡെക്സിൽ ഫസ്റ്റ് ഐറ്റം, ദെൻ സെക്കൻഡ് ഇൻഡെക്സിൽ അടുത്ത ഐറ്റം, തേർഡ് ഇൻഡെക്സിൽ ഫസ്റ്റ് ഇൻഡെക്സിൽ അടുത്ത ഐറ്റം, സെക്കൻഡ് ഇൻഡെക്സിൽ അടുത്ത ഐറ്റം, ഇങ്ങനെയായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രിൻറ്റ് ചെയ്താൽ മതി സ്പ്ലിറ്റ് സ്ട്രിങ്ങിനകത്തുനിന്ന് എനിക്ക് എന്ത് കിട്ടണം, ദാറ്റ് ഈസ് എ ലിസ്റ്റ്. സോ ഐ ക്യാൻ ആക്സസ് എലമെൻറ്റ് ബൈ ദിസ് വേ. ഓക്കെ, ഞാൻ ഇങ്ങനെ ചെയ്തു. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക നോക്കാം. ഓക്കെ, യു ആർ ഗോയിങ് ടു ഗെറ്റ് റാൽഫിഷ്. ഇവിടെ കണ്ടോ, നമുക്ക് ഇവിടെ എന്ത് കിട്ടി, ഞാൻ എക്സ്പെക്ട് ചെയ്ത വാല്യൂ കിട്ടി. അപ്പോൾ സ്പ്ലിറ്റ് ഈസ് ആക്ച്വലി എ യൂസ്ഫുൾ മെത്തേഡ്. അപ്പോൾ സ്പ്ലിറ്റ് ഓർത്തിരിക്കുക, നിങ്ങൾക്കൊരു പാറ്റേൺ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒറ്റ കാര്യം ഓർത്താൽ മതി, സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് തരാൻ പോകുന്നത് ഒരു ലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡാറ്റ ടൈപ്പിൽ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സിംപ്ലി സ്റ്റോർ ഇറ്റ് ഇൻ എ വാർ ടൈപ്പ്. ആൻഡ് ദിസ് വിൽ വാർ നമ്മൾ പറഞ്ഞതാണ്, ഓട്ടോമാറ്റിക്കലി ഇൻഫർ ചെയ്യും ഇതിൻ്റെ ടൈപ്പ്. ഇതിന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഓട്ടോമാറ്റിക്കലി ഇൻഫർ ചെയ്തിട്ട് ഈ സ്പ്ലിറ്റ് സ്ട്രിങ്ങിൻ്റെ ടൈപ്പ് ഇപ്പോൾ എന്തായി മാറിയിട്ടുണ്ടാവും, ഇറ്റ്സ് ആക്ച്വലി ലിസ്റ്റായി മാറിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതല്ലാണ്ട് ഇഷ്ടം പോലെ മെത്തേഡ്സിനകത്തുണ്ട്. അതിൽ ഞാൻ പറഞ്ഞത് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. യു ക്യാൻ റെഫർ ദ ഡോക്യുമെൻറ്റേഷൻ ഫ്രം ഓൾ ദിസ് പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മളുടെ സ്ട്രിങ് എന്ന് പറയുന്ന ടൈപ്പും അല്ലെങ്കിൽ സ്ട്രിങ് ക്ലാസ്സും അതിൽ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഓൾ ദോസ് ആർ ഗെറ്റേഴ്സ് ആക്ച്വലി. ഓക്കെ,